അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഇൻഷാ അള്ളാ ഇന്ന് നമ്മുടെ ദുറൂസിന്റെ ആൻസർ കീയാണ് നോക്കാൻ പോണേ. വളരെ സിമ്പിൾ ആയിരുന്നു. പേപ്പറും പരീക്ഷയൊക്കെ വളരെ സുഖമായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇൻഷാ അള്ളാ നമുക്കതിന്റെ ആൻസർ കീ ഒന്ന് നോക്കട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ശരിക്ക് നേരെ ശരി എന്നും തെറ്റിന് തെറ്റ് എന്നും അടയാളപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലുന്നു. ശരിയാണല്ലോ അല്ലെ? അപ്പൊ ശരി ഇടുക. നേരത്തെ ഉറങ്ങുന്ന പതിവ് എനിക്കില്ല. അപ്പൊ അതിന് തെറ്റിടുക. നേരത്തെ ഉറങ്ങണം എന്നാണല്ലോ നമ്മൾ പഠിച്ചിക്കണേ. ഞാൻ നേരത്തെ ഉണരാറില്ല. നേരത്തെ എണീക്കണം എന്നല്ല നമ്മൾ പഠിച്ചിക്കണം. അപ്പൊ അതിനും തെറ്റാട്ടോ വരിക. കൃത്യമായി നഖം മുറിക്കാറുണ്ട്. അപ്പൊ അതിന് ശരിയിടുക. സലാം ചൊല്ലുന്ന പതിവ് എനിക്കുണ്ട്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. സത്യം പറയുന്ന ശീലം എനിക്കുണ്ട്. അപ്പൊ അതും ശരിയാണ് വരിക. ഞാൻ ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കാറില്ല. അപ്പൊ അത് തെറ്റാണ്. അനുസരിക്കണം എന്നല്ല നമ്മൾ പഠിച്ചത്. പല്ല് തേക്കുന്ന ശീലം എനിക്കുണ്ട്. അപ്പൊ അതിനും ശരി അടയാളപ്പെടുത്തുട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. യോജിച്ചവ ചേർക്കാം. അപ്പൊ മുകളിലെ ബ്രാക്കറ്റിൽ നിന്ന് താഴെയുള്ള വരികളോട് യോജിച്ചത് ചേർത്ത് എഴുതാനാണ്. ഞാൻ എല്ലാ വ്യാഴാഴ്ചയും നഖം മുറിക്കുന്നു. സലാം ചൊല്ലുന്നത് എന്റെ ശീലമാണ്. ഞാൻ എന്നും മിസ്വാക്ക് ചെയ്യുന്നു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്ന്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ പേര് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ. ഇത്രയും എഴുതിയാൽ എന്തായി? 12 മാർക്ക് കിട്ടുട്ടോ. ഓ ഒന്ന് ശരിയായാൽ 2 മാർക്ക് വെച്ചിട്ടാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് മൂന്നാമത്തത്. പൂർത്തിയാക്കാം. ഉസ്താദുമാരെ ആദരിക്കുന്നവർ വലിയ ഡാഷ് എന്താണ് വിജയം നേടും. ഉസ്താദുമാരുടെ അടുത്ത് വെച്ച് ശബ്ദം ഉണ്ടാക്കരുത്. മുഅ്മിനാവാൻ പരസ്പരം സ്നേഹം വേണം. റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. നഖം മുറിക്കൽ നല്ല ശീലമാണ്. ഇത്രയാണ് പൂരിപ്പിക്കാൻ വന്നിട്ടുള്ളത്. ഇതിൽ ഓരോന്ന് ശരിയായാൽ 2 മാർക്ക് കിട്ടും. ഫുള്ള് ശരിയായാൽ 12 മാർക്കും കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 2 എണ്ണം വീതം എഴുതാം. ഒന്നെന്താണ്? രാത്രി നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ. ഇതാണ് ഒരുപാട് കുട്ടികളൊക്കെ തെറ്റാൻ ചാൻസ് ഉള്ളത്. ചിലപ്പോ വൈകി ഉറങ്ങിയാലുള്ളത് എഴുതും, നേരത്തെ ഉണർന്നാലുള്ളതിന്റെ ഗുണങ്ങളൊക്കെ എഴുതും. അപ്പൊ രാത്രി നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങളിൽ വരിക ആരോഗ്യം കൂടും, പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും, സന്തോഷം ഉണ്ടാകും, ഓർമ്മശക്തി കൂടും, പെരുമാറ്റം നന്നാവും. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ 4 മാർക്ക് കിട്ടും കേട്ടോ. ഇനി ഒന്ന് ശരിയായാൽ 2 മാർക്കും കിട്ടും. ഇനി അടുത്തതാണ് മിസ്വാക്ക് ചെയ്യുന്നതിന്റെ ഗുണങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതാന്. അതിൽ 4 ഗുണങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കണല്ലോ. അള്ളാഹു ഇഷ്ടപ്പെടും, ബുദ്ധി കൂടും, കാഴ്ചശക്തി കൂടും, വായ വൃത്തിയാകും. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ 4 മാർക്ക് കിട്ടും. ഇനി പൂരിപ്പിക്കാൻ ചോദിച്ചൊരു ചോദ്യമാണ്. മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ ഡാഷ്. നമ്മുടെ മിസ്വാക്ക് ചെയ്യാന്നുള്ള പാഠത്തിലുണ്ടല്ലോ, നബി പറഞ്ഞൊരു വാക്ക് അതാണ്. എന്താണ്? മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ വായ വൃത്തിയാവുകയും റബ്ബ് ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ എടുത്തെഴുതാം. വളരെ സിമ്പിൾ ആയിരുന്നു. മുസ്ലിങ്ങൾ പരസ്പരം പറയണം. എന്താ പറയണ്ടേ? സലാമോ ബിസ്മി. ഏതാണ്? സലാം പറയണം. അപ്പൊ സലാമോ എടുത്തെഴുതാം കേട്ടോ. പിന്നെ വൈകി ഉറങ്ങിയാൽ ഓർമ്മശക്തി കുറയും. വൈകി ഉണർന്നാൽ ബറക്കത്ത് നഷ്ടമാകും. നീണ്ട നഖങ്ങൾക്കടിയിൽ രോഗാണുക്കൾ വസിക്കും. അപ്പൊ ഇത്രയും സിമ്പിൾ പേപ്പർ ആയിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ വിജയം എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകട്ടെ ഇൻഷാ അള്ളാഹ്. ഇനി അടുത്തത് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ബാക്കി എക്സാം ഒക്കെ. അപ്പോൾ ഒഴിവ് സമയങ്ങളിലൊക്കെ പഠിക്കുക ഇൻഷാ അള്ളാഹ്. ബാക്കി വിഷയങ്ങളുടെയും ലിസാനിന്റെ ഒക്കെ പ്രത്യേക സ്പെഷ്യൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹിഫ്ള് ഏതൊക്കെ സൂറത്ത് പഠിക്കണം എന്നുള്ളതൊക്കെ ഇൻഷാ അള്ളാഹ് വൈകാതെ അപ്ലോഡ് ചെയ്യും. അസ്സലാമു അലൈക്കും.